പൗരാവകാശം തുടങ്ങിയ ആധുനിക ആശയങ്ങളുമായി പരിചയപ്പെടുത്തി. വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ആശയവിനിമയം നടത്താനും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഇംഗ്ലീഷ് ഒരു പൊതുഭാഷയായി മാറി. ബ്രിട്ടീഷ് ഭരണത്താലുണ്ടായ സാമ്പത്തികവും സാമൂഹികവുമായ ദൗർബല്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് ഇന്ത്യക്കാരെ സഹായിക്കുകയും സ്വാതന്ത്ര്യം തേടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദം വളർത്തുക, ജാതി, മതം, പ്രദേശം എന്നിവയുടെ വ്യത്യാസങ്ങളില്ലാതെ ദേശീയ ഐക്യബോധം ശക്തിപ്പെടുത്തുക, പൊതുവായ ആവശ്യങ്ങൾ രൂപീകരിക്കുകയും അവ ബ്രിട്ടീഷ് സർക്കാരിന് വ്യക്തമായി അവതരിപ്പിക്കുകയും ചെയ്യുക, ജനങ്ങളുടെ ഇടയിൽ പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കുകയും രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുക, കോൺഗ്രസിനുള്ളിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള പ്രവർത്തന രീതികൾ വേർതിരിക്കുക. ഗോപാൽ കൃഷ്ണ ഗോഖലെ പോലുള്ള മിതവാദികൾ യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ സമർപ്പിക്കൽ തുടങ്ങിയ സമാധാനപരമായ രീതികളിൽ വിശ്വസിച്ചു. ബാലഗംഗാധര തിലക് പോലുള്ള തീവ്രവാദികൾ ശക്തമായ തുറന്ന പോരാട്ടങ്ങളിലൂടെയും വിപ്ലവകരമായ രീതികളിലൂടെയും മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വിശ്വസിച്ചു. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സ്വദേശി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ തീവ്രവാദികൾ ഉപയോഗിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം എന്ത്? 1905 ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധിച്ചാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ത്യൻ നിർമ്മിത സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. തുണി മില്ലുകൾ, ബാങ്കുകൾ, രാസവസ്തു കടകൾ തുടങ്ങിയ നിരവധി ദേശീയ വ്യവസായങ്ങൾ ഈ സമയത്ത് സ്ഥാപിക്കപ്പെട്ടു. സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. പണ്ഡിത രമാബായിയുടെ സാമൂഹിക പരിഷ്കരണ സംഭാവനകൾ പരാമർശിക്കുക. ബാലവിവാഹ സമ്പ്രദായത്തിനെതിരെ പണ്ഡിത രമാബായി പോരാടുകയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വാദിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ അവർ ആര്യ മഹിളാ സമാജ് സ്ഥാപിച്ചു. വിധവകളുടെ പുനരധിവാസത്തിനായി അവർ ശാരദാ സദൻ ആരംഭിച്ചു. 1916 ലക്നൌ സമ്മേളനം ഒരു പ്രധാന സംഭവമായി കണക്കാക്കപ്പെട്ടത് എന്തുകൊണ്ട്? 1907 പിരിഞ്ഞുപോയ മിതവാദികളും തീവ്രവാദികളും ഈ സമ്മേളനത്തിൽ വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഒരു ചരിത്രപരമായ നിമിഷം കൂടിയായിരുന്നു ഇത്. ചില രഹസ്യ വിപ്ലവ സംഘടനകളെയും അവയുടെ നേതാക്കളെയും പേരെടുത്ത് പറയുക. ബംഗാളിലെ അനുശീലൻ സമിതിയെ നയിച്ചത് അരബിന്ദോ ഘോഷ്, സച്ചിന്ദ്രനാഥ് സന്യാൽ തുടങ്ങിയവരായിരുന്നു. അമേരിക്കയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഗദർ പാർട്ടിയെ നയിച്ചത് ലാലാ ഹർദയാൽ ആയിരുന്നു. മദ്രാസിലെ ഭാരതമാതാ അസോസിയേഷനെ നയിച്ചത് നീലകണ്ഠ ബ്രഹ്മചാരിയും വാഞ്ചി അയ്യരും ആയിരുന്നു. ദേശീയതയെക്കുറിച്ച് മനസ്സിലാക്കുക. മതം, ജാതി, ഭാഷ, സംസ്കാരം എന്നിവയിലെ വ്യത്യാസങ്ങൾക്കപ്പുറം ജനങ്ങൾക്കിടയിലുണ്ടാകുന്ന ആഴത്തിലുള്ള ഐക്യബോധമാണ് ദേശീയത. ഇന്ത്യയിൽ ഈ വികാരം 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ശക്തമായി വളർന്നു. ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യക്കാർക്കിടയിൽ ഈ ഐക്യത്തിന്റെ പ്രധാന അടിസ്ഥാനമായിരുന്നു. അവരുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങൾക്കിടയിലും തങ്ങളെ ഒരു രാഷ്ട്രമായി കാണാൻ ഇത് ജനങ്ങളെ സഹായിച്ചു. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങളുടെ സ്വാധീനം. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ സ്വന്തം വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കോളനിയായും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള കമ്പോളമായും കണ്ടു. ഈ ചൂഷണ നയങ്ങൾ ഇന്ത്യൻ കർഷകർക്കും കരകൌശലത്തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും വ്യാപകമായ ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും കാരണമായി. ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത്, മഹാദേവ ഗോവിന്ദ റാനഡെ തുടങ്ങിയ ആദ്യകാല നേതാക്കൾ ഈ ചൂഷണത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു. തന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ബ്രിട്ടൻ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തുന്നതെന്ന് വിശദീകരിച്ചുകൊണ്ട് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചു. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പങ്ക്. ബ്രിട്ടീഷുകാർക്ക് വിശ്വസ്തരായ ഒരു വിഭാഗം ഇന്ത്യക്കാരെ സൃഷ്ടിക്കാനാണ് ആധുനിക വിദ്യാഭ്യാസം അവർ കൊണ്ടുവന്നത്. എന്നിരുന്നാലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, തുല്യനീതി തുടങ്ങിയ ശക്തമായ ആഗോള ആശയങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ആശയവിനിമയം നടത്താനും വിപ്ലവകരമായ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഇംഗ്ലീഷ് ഒരു പൊതുഭാഷയായി വർത്തിച്ചു. കൊളോണിയൽ ഭരണത്താലുണ്ടായ സാമൂഹികവും സാമ്പത്തികവുമായ ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ ഈ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. സാഹിത്യത്തിന്റെയും പത്രങ്ങളുടെയും സ്വാധീനം. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യക്കാർ നേരിട്ട കഷ്ടപ്പാടുകളും അവഗണനയും സാഹിത്യകാരന്മാർ സാഹിത്യത്തിലൂടെ പ്രതിഫലിപ്പിച്ചു. രവീന്ദ്രനാഥ ടാഗോർ,
ബങ്കിം ചന്ദ്ര ചാറ്റർജി, സുബ്രഹ്മണ്യ ഭാരതി തുടങ്ങിയ പ്രശസ്ത വ്യക്തികൾ ദേശീയ അഭിമാനം ഉണർത്തുന്ന കൃതികൾ രചിച്ചു. ദി ഹിന്ദു, അമൃതപസാർ പത്രിക പോലുള്ള പത്രങ്ങൾ ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കുകയും ചൂഷണത്തിനെതിരെ ഒരു വിമർശനാത്മക മനോഭാവം വളർത്താൻ സഹായിക്കുകയും ചെയ്തു. വെർണാക്കുലർ പ്രസ് ആക്ട് പോലുള്ള നിയമങ്ങളിലൂടെ ഈ ശബ്ദങ്ങളെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ പ്രതിഷേധത്തിൽ ഒറ്റക്കെട്ടായി നിലകൊണ്ടു. സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇന്ത്യൻ നവോത്ഥാനവും. അന്ധവിശ്വാസങ്ങളും സതി, ബാലവിവാഹം, അയിത്തം തുടങ്ങിയ സാമൂഹിക തിന്മകളും ഇല്ലാതാക്കാൻ പരിഷ്കർത്താക്കൾ പ്രവർത്തിച്ചു. രാജാ റാം മോഹൻ റോയ് ബ്രഹ്മസമാജ് സ്ഥാപിക്കുകയും സതി നിർത്തലാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. ജ്യോതിറാവു ഫൂലെ സത്യശോധക് സമാജിലൂടെ താഴ്ന്ന ജാതിക്കാരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടി. പണ്ഡിത രമാബായി വിധവകളെ സഹായിക്കാനും വിദ്യാഭ്യാസം നൽകാനും ശാരദാ സദൻ സ്ഥാപിച്ചു. ഈ പ്രസ്ഥാനങ്ങൾ ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ദേശീയതയുടെ വളർച്ചയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം 1885. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ഒന്നിപ്പിക്കാൻ 1885 ഡിസംബറിൽ ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടു. W.C. ബാനർജി അധ്യക്ഷനായ ആദ്യ സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. ദേശീയ ഐക്യം വളർത്തുക, ബ്രിട്ടീഷുകാർക്ക് പൊതുവായ ആവശ്യങ്ങൾ അവതരിപ്പിക്കുക, പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കുക എന്നിവയായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഗോപാൽ കൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ദാദാഭായ് നവറോജി തുടങ്ങിയവരായിരുന്നു ആദ്യകാല നേതാക്കൾ. ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും 1905. ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നതിനായി 1905 ലോർഡ് കഴ്സൺ മതപരമായ വിഭജനം ഉണ്ടാക്കി ബംഗാളിനെ വിഭജിച്ചു. പ്രതികരണമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. തുണി മില്ലുകൾ, ബാങ്കുകൾ, രാസവസ്തു കടകൾ തുടങ്ങിയ നിരവധി തദ്ദേശീയ വ്യവസായങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കെടുത്തത് ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. മിതവാദികളും തീവ്രവാദികളും. മിതവാദികൾ യോഗങ്ങൾ, പ്രസംഗങ്ങൾ, സർക്കാരിന് പ്രമേയങ്ങൾ സമർപ്പിക്കൽ തുടങ്ങിയ സമാധാനപരമായ രീതികളിൽ വിശ്വസിച്ചു. ലാൽ ബാൽ പാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ബഹിഷ്കരണങ്ങൾ പോലുള്ള ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടു. ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പിലേക്ക് നയിച്ചു. വ്യത്യസ്ത രീതികളായിരുന്നെങ്കിലും രണ്ട് വിഭാഗങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തോട് പ്രതിജ്ഞാബദ്ധരായിരുന്നു. ഹോം റൂൾ ലീഗും ലക്നോ ഉടമ്പടിയും. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആനി ബസന്റും ബാലഗംഗാധര തിലകും ചേർന്ന് ഹോം റൂൾ ലീഗ് ആരംഭിച്ചു. 1916 നടന്ന കോൺഗ്രസിന്റെ ലക്നോ സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒന്നിച്ചു. ലക്നോ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഒരു ചരിത്രപരമായ ഉടമ്പടി കൂടിയായിരുന്നു. 18 വിപ്ലവ സംഘടനകൾ. ബ്രിട്ടീഷുകാരെ സായുധ പോരാട്ടത്തിലൂടെയും അക്രമത്തിലൂടെയും മാത്രമേ അട്ടിമറിക്കാൻ കഴിയൂ എന്ന് ചില വിഭാഗങ്ങൾ വിശ്വസിച്ചു. ബംഗാളിലെ അനുശീലൻ സമിതി, അമേരിക്കയിലെ ഖദർ പാർട്ടി തുടങ്ങിയ രഹസ്യ സംഘടനകൾ ഈ ലക്ഷ്യത്തിനായി രൂപീകരിച്ചു. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്, ലാലാ ഹർദയാൽ തുടങ്ങിയവരായിരുന്നു ഈ വിപ്ലവകാരികളെ നയിച്ചത്.